ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആണിന്ന്. ഇന്ന് ഡേറ്റ് 6 കേട്ടോ, അല്ല 6 അല്ല 7, ഓഗസ്റ്റ് 7 ബുധനാഴ്ച. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി ഒന്ന് വീൽ അലൈൻമെൻറ്റ് ചെയ്യണം, പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, ഫുൾ ബോഡി വാഷ്. അതായത് ചെളിയൊക്കെ ആയിട്ട് അണ്ടർ മൊത്തം ചെളിയായിട്ടിരിക്കുക വണ്ടിയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി വാഷ് ചെയ്യാനായിട്ട് വന്ന് കുരിപ്പഴയാണ്. അതെ, വണ്ടി ഇവിടെ വാഷ് ചെയ്യുക. വണ്ടി ഫുള്ള് പൊടിയാണ്. അപ്പം വണ്ടിയുടെ അടിയിൽ മൊത്തം നമുക്ക് ക്ലീൻ ചെയ്ത് മൊത്തം പൊടിയാണ്. ഫുൾ ബോഡി വാഷ്, ഫുള്ളാണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അണ്ടർമാറ്റും മൊത്തം ചെയ്യും. അപ്പോൾ അതൊരു ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗൈസ്, ഇവിടെ ഇങ്ങനെ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വണ്ടിയൊക്കെ സ്പോട്ട് ചെയ്യാം. കാരണം ബൈപ്പാസ് അല്ലേ, നമ്മൾ എറണാകുളം തിരുവനന്തപുരം റോഡാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ നൈസ് വണ്ടിയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കും പിന്നെ മറ്റേ 6 വരിയുടെ പണി നടക്കുക, ഹൈവേയുടെ പണി നടക്കുക. ട്യൂസൺ പോകുന്നുണ്ടോ ഹ്യുണ്ടായി, തോനെ കാണുന്നില്ല. അതും അവരുടെ വണ്ടിയാണ്, ഷോറൂം വണ്ടിയാണ്. തിരക്ക് കുറവല്ലേ ഹൈവേയിൽ. ഇവിടെ പുതിയ കടകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. സോ അതൊരു കോളേജാണ്, ആ വലിയ ബിൽഡിംഗ് ശൂരവിലാസ് എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ ഉള്ളൊരു ഫാമിലിയുടെ. ഇവിടെ മെയിനായിട്ട് വരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫിഷറീസ്. എവിടെ നോക്കിയാലും ഇതുണ്ടോ, മൈക്കിൾ ഫിഷറീസ് വണ്ടി കിടക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ ബിസിനസ് ഫിഷിങ്ങാണ്. ഫിഷിങ്, എക്സ്പോർട്ടിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ $1 മില്യൺ ബിസിനസ്സാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കും. ഇത് സർവീസ് റോഡായി. ഇനിയിപ്പോൾ അപ്പുറത്ത് പാലമുണ്ട്, കുരിപ്പഴ പാലം. അപ്പോൾ പാലത്തിൻ്റെ കുറച്ച് നാൾ എടുക്കും, പണി തരാൻ കുറച്ച് നാൾ എടുക്കും. ആൽബി വരാമെന്ന് പറഞ്ഞിരുന്നു, വണ്ടി വയനാണ്ട് ആകുമ്പോഴായിരുന്നു. മുടിയൊക്കെ വെട്ടിയ എന്തുവാ മറ്റേ കിട്ടിയ എടുത്തോ. പിന്നെ നമ്പറൊന്നും ഇല്ലേ ഗൈസ്. നമ്മുടെ വണ്ടി അങ്ങനെ വാഷിങ് കയറ്റാൻ പോവാണ്. അതായത് ഇൻറ്റീരിയർ ഫുള്ള് വാക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മറ്റേ വണ്ടി ഇപ്പോൾ ഇറക്കും, ഇന്നലെ ഇങ്ങോട്ട് കയറ്റും. ഗൈസ്, അവരുടെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്, നിസ്സാൻ എക്സ്ട്രാ. പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു ആ വണ്ടി, ആ മോഡലാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിപ്പം 49, അത് CBU കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റായിട്ട് ഇറക്കുന്നത്. ഇപ്പോൾ 49 ലക്ഷം രൂപ പറയുന്നു. CBU ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. വണ്ടി അകത്ത് കയറ്റി. വണ്ടി മുകളിൽ നോക്കി ഗൈസ്, അടിയിൽ മൊത്തം അഴുക്കാണ്. മൊത്തം അടിച്ച് കഴുകുക. ഓക്കെ, അഴുക്കൊക്കെ ഇറങ്ങുന്നത് ബാക്കിലേക്ക് അടിയിൽ മൊത്തം അഴുക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഫോം വാഷ് ചെയ്യുക. സോപ്പിട്ട് കുളിപ്പിക്കുന്നു. ക്യാമറ എന്തോ ഒരു ഹാങ് ഉണ്ട് ഗൈസ്. ഇനി തുടച്ച് വൃത്തിയാക്കി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് സൂപ്പറാണ്. ഫോമൊക്കെ അടിച്ച് കഴുകി അടിപൊളിയായി ഗൈസ്, തിളങ്ങുന്നു. വണ്ടി കഴുകിയിട്ട്
കൊണ്ടുവരും ഗൈസ്. ഇനി ഇതൊന്ന് തുടച്ച് അകത്തൊക്കെ ഒന്ന് വെള്ളം വെച്ച് ചെറിയ വെള്ളം വെച്ച് തുടച്ചിട്ട് സെറ്റാക്കും. നൈസായല്ലേ, പൊടിയൊക്കെ മാറി അടിപൊളിയായി. നമ്മുടെ ചെറുക്കൻ ഇപ്പം കയറും കഴുകാനായിട്ട്. വണ്ടി ഒതുക്കി അടുത്ത് കയറാനായിട്ട് റെഡിയായിരിക്കും. കാറ്റില്ലെന്ന് ഓയിൽ അലൈൻമെൻ്റ് ചെയ്യുമ്പോൾ പ്രഷർ ചെക്ക് ചെയ്യാം. അടുത്ത വണ്ടി ഇപ്പം കയറും. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് ഇപ്പോൾ തുറയ്ക്കും. തുറച്ചൊന്ന് അടിപൊളിയാക്കും. എന്നിട്ട് അകത്ത് വന്ന് തുറയ്ക്കും. ഹൈഡ്രോളിക്സ് വെച്ച് പൊക്കുക. ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചേമ്പറിലെ വെള്ളം മറ്റൊരു ചേമ്പറിലോട്ട് ഇങ്ങനെ മൂവ് ആവുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ വരുന്നതനുസരിച്ച് പൊങ്ങുന്നതാണ്. അത്രയ്ക്കും അടിപൊളിയാണ് വെള്ളം. മുല്ലപ്പെരിലൊക്കെ പൊട്ടിക്കഴിഞ്ഞുണ്ടല്ലോ ഒരു സുഖവും കാണത്തില്ല. ഇന്ത്യ പകുതി പോകും, സൗത്ത് ഇന്ത്യ മൊത്തം പോകും. ഒരു വെള്ളത്തിന് ഒരു ചേമ്പറിലോട്ട് പോകുമ്പോഴത്തേക്ക് വെള്ളത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ അപ്പോൾ മുല്ലപ്പെരിയാറെണ്ണ ഇത്രയും വെള്ളം ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു പൊട്ടൻഷ്യൽ എനർജിയും ആ ഒരു പ്രഷറും ആ ഒരു സീനായിരിക്കും മൊത്തം സീനായിരിക്കും. വണ്ടിയൊക്കെ തുടച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. ക്യാമറ എന്തോ ഒരു വിഷയം. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടിയെ കഴുകിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ വാക്കം എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വാക്കം കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞ്. പിന്നെ നമ്മളിപ്പോൾ വണ്ടി കൈവീത് BJ ഓട്ടോ വാഷാണ്. നമ്മൾ ഇപ്പോൾ വണ്ടിയാണ് ആൽപ്പിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയതിന് വീൽ അലൈൻമെൻറ്റ് ചെയ്യും. ഇപ്പം 1 മണിയായി ഗൈസ്. അപ്പോൾ ഇനിയിപ്പം വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് നോക്കട്ടെ. അവിടെ ആളില്ലെങ്കിൽ ഞാൻ കയറ്റാം. ആളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോയി വൈകിട്ടെല്ലാം പോയി ചെയ്യാം. അതുകൊണ്ട് എന്തായാലും വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് കൈ കയറുന്നുണ്ട് സെറ്റായിട്ട്. ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഞാൻ ഇരിക്കുക. അവനേതോ ഫോണിലാണ്. നല്ല കരക്കാറ്റുണ്ട് ഇവിടെയൊക്കെ. എല്ലാം ഇപ്പം നല്ല കരക്കാറ്റുള്ള സമയം. നല്ല സ്കൈ അല്ലേ. അങ്ങനെ ഇവിടെ നിൽക്കുന്നു അല്ലേ, ഇരിക്കുന്നു. അപ്പോൾ വാഷിംഗ് ആയതാ കഴിഞ്ഞ ഗൈസ്. പോവാം. എല്ലാം കുട്ടപ്പന്മാരായിട്ടുണ്ട്. പോവാം. ശരിയല്ലേ, കയറിയോ. കഴുകി ആൽബം പോകുന്നു. നമുക്ക് വണ്ടി എടുക്കാം. ഇനിയിപ്പോൾ എണ്ണയൊന്നും അടിക്കാനായിട്ട് സമയമില്ല. പിന്നെ അടിക്കാനുള്ള എണ്ണ അടിക്കണമായിരുന്നു. അത് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്തതിന് മുന്നേ അടിച്ചിട്ട്. എന്തായാലും ഇപ്പം സമയം 1:10 ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പരിപാടി നടക്കത്തില്ല. വീട്ടിലോട്ട് പോട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വന്ന് നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നു വാഷിങ്ങിന് കയറ്റിയായിരുന്നു. പിന്നെ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുക. നമ്മൾ എല്ലാ വണ്ടിയുടെ അലൈൻമെൻറ്റ് ഒരു 3500 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ചെയ്യണം. അതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ ഒരു സൈഡിൽ തേഞ്ഞു പോകും. അപ്പോൾ 3500 കിലോമീറ്റർ വെച്ച് അലൈൻമെൻറ്റ് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ
വണ്ടി ഇടിച്ചേന്. അങ്ങനെ അപ്പോൾ അലൈൻമെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അലൈൻമെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ. ഇത് നമ്മുടെ വീട്ടിൽ ടെറസാണ് ഗൈസ്. ഞങ്ങൾ ടെറസ് ഞാൻ കാണിച്ചു തരാം. അല്ല ടെറസ് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ആൽത്തറമൂട് കാണാൻ പറ്റും. ഇതാ കാണുന്നതാണ് AR ഹോട്ടൽ. ഞാൻ ഇവിടെ തലേങ്ങായിട്ട് വന്ന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇവിടെ സ്പീക്കറുണ്ട്. സ്പീക്കറൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ചില്ലായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ബൈ.